ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ കറിയും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കുമാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും മസാലയും ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ആദ്യം ഒരു വലിയ ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കഷ്ണം പട്ടയെടുത്ത് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുക. അതിനുശേഷം നമ്മൾ എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റുക. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 സവോളയാണ്. നന്നായി ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് നന്നായി വഴറ്റുക. സവോള എളുപ്പത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അങ്ങനെ സവോള ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ്. മസാലപ്പൊടികൾ നന്നായി വഴണ്ട് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം ആവശ്യത്തിനുള്ള തക്കാളി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ്. ചെറുതായി നുറുക്കിയ തക്കാളി ചേർത്ത് നന്നായി വഴറ്റി കുറച്ച് നേരം അടച്ചു വെക്കുക. തക്കാളി അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അങ്ങനെ നന്നായി വഴണ്ട തക്കാളി മസാല മിക്സിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൂട്ടുക. അങ്ങനെ നന്നായി ഇളക്കി ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. നമ്മളിവിടെ ചക്കയ്ക്ക് കറിയായിട്ട് കൂട്ടാവുന്നതുകൊണ്ട് നമ്മളതിലേക്ക് ഞാനിവിടെ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ കുരുമുളക് പൊടി കാണിക്കാൻ മറന്നുമായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി അതിലേക്ക് ചേർക്കുക. ചിക്കൻ നന്നായി തിളച്ച് നന്നായി വെന്ത് വരുമ്പം ഒരു ടീസ്പൂണാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ആക്ച്വലി 2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. വിനാഗിരി കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നന്നായിട്ട് ചിക്കൻ വേവാൻ വെക്കുക. ചിക്കൻ നന്നായി വെന്ത് അതിലേക്ക് ചെറുതായി നുറുക്കിയിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി തിളച്ച് ചിക്കൻ നന്നായി വെന്തിട്ട് വരുമ്പോൾ തീ ഓഫാക്കുക. ഇനി നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. അതേപോലെ ചക്ക ചെറുതായി നുറുക്കുക. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, 1 പിടി തേങ്ങ, ജീരകം, 3 വെളുത്തുള്ളി, 2-3 ചെറിയുള്ളി, കുറച്ച് പച്ചമുളക് എല്ലാം എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായി നുറുക്കുക. കുക്കറിലേക്ക് ചക്ക ചേർത്ത് അരപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചക്ക വേവാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ചക്കപ്പുഴുക്ക് റെഡിയാണ്. അതിലേക്ക് നല്ല ചൂട് നല്ല കൊഴുത്ത ചിക്കൻ കറിയും കൂടെ ചേർത്ത് തിന്നുമ്പോൾ സാറേ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത വീഡിയോ കാണാം. നന്ദി.